അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മടവൂർ ഉപ്പാപ്പ എന്ന് കേട്ടറിവ് മാത്രമേ എനിക്കുമുള്ളൂ. ഞാൻ ആ പള്ളിയിൽ പോവുകയോ സിയാറത്ത് ചെയ്യുകയോ ഇന്ന് വരെയും ചെയ്തിട്ടില്ല. പലരുടെയും ജീവിതാനുഭവം എൻ്റെ അടുത്തേക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കും വന്നു ഒരു ചെറിയ അസുഖം. അന്നേരം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നി, ആ സമയത്ത് എനിക്ക് അവിടെ നേർച്ച നേരണമെന്ന് തോന്നി. സ്വയം മനസ്സിൽ മടവൂർ ഉപ്പാപ്പാക്ക് വേണ്ടി നിയത്ത് വെച്ചു. 41 യാസീൻ ഞാൻ ഓതിയേക്കാമെന്നും എനിക്ക് ആ ദറജ സിയാറത്ത് ചെയ്യാൻ ഉപ്പാപ്പ എപ്പോൾ അനുവാദം നൽകുമോ അപ്പോൾ ഞാൻ അവിടെ എത്തിയേക്കാമെന്നും നിയത്ത് ചെയ്തുകൊണ്ട് അൽഹംദുലില്ലാ ഞാൻ ഓതി തുടങ്ങി. അൽഹംദുലില്ലാ ഓതി തീരുകയും എൻ്റെ നിയത്ത് മടവൂർ ഉപ്പാപ്പ സ്വീകരിക്കുകയും അവരുടെ കറാമത്ത് കൊണ്ട് എനിക്ക് വന്ന അസുഖം ഷിഫയാക്കി തരികയും ചെയ്തു. അൽഹംദുലില്ലാ ഇതുവരെയും മടവൂർ ഉപ്പാപ്പാക്ക് യാസീൻ ഓതാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. അൽഹംദുലില്ലാ ഉപ്പാടെ കറാമത്ത് കൊണ്ട് ഒരുപാട് കറാമത്തുകൾ കാണിച്ചു കൊടുക്കുകയും ആത്മാർത്ഥമായി വിളിക്കുകയും ആത്മാർത്ഥമായിട്ട് നേർച്ച നേരുകയും ചെയ്താൽ എല്ലാവർക്കും അൽഹംദുലില്ലാ മടവൂർ ഉപ്പാപ്പയുടെ കാവൽ ഉറപ്പാണ്. അൽഹംദുലില്ലാ ഏത് ഹലാലായ കാര്യവും അവിടെ സമർപ്പിക്കുന്ന ഉത്തരം ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.